കഥ തുടരുന്നു. ആ സമരവും സർക്കാർ അവഗണിച്ചാൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? എങ്ങനെയെങ്കിലും അക്രമമുണ്ടായാൽ മലയാളികളെ പോലെ ഇവിടെ തമിഴ് സഹോദരന്മാരുണ്ടെന്ന് നമ്മൾ മറക്കരുത്. അയാളൊന്ന് നിർത്തി. ആ പറഞ്ഞതിനെക്കുറിച്ച് എല്ലാവരും ചിന്തിച്ചു. സഹദേവൻ തുടർന്നു. അവസാനം ഇതൊരു മലയാളി തമിഴ് ലഹളയാകാൻ ഇടയാകരുത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഒന്നും നടക്കത്തില്ല. പ്രശ്നങ്ങളുണ്ടാകാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. അപ്പോൾ ജയന്തൻ ഇടപെട്ടു. സുഹൃത്തുക്കളെ, ഡാം പൊട്ടിയാൽ മലയാളിയെന്നോ തമിഴരെന്നോ ഇല്ലാതെ എല്ലാവരും ഒലിച്ചു പോകും. അതിവിടുത്തെ തമിഴർക്കും അറിയാം. വാസ്തവത്തിൽ പുതിയ ഡാം വരുന്നതിനോട് അവർക്കും എതിർപ്പൊന്നുമില്ല. ആരൊക്കെയാണ് എതിർക്കുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. അപ്പോൾ എന്തു വേണമെന്ന് ജയന്തൻ തന്നെ പറ, സഹദേവൻ നിർദ്ദേശിച്ചു. തീരുമാനം എൻ്റേത് മാത്രമായിരിക്കരുത്. അതിന് കൂട്ടായ ചർച്ച വേണം. ചർച്ച പിന്നെയും നീണ്ടു. അതിനിടെ ചില ഭിന്നസ്വരങ്ങളും ഉണ്ടായി. ജയന്തൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചു. നിരാഹാര സമരം അനിവാര്യമാണെന്ന തീരുമാനത്തോടെയാണ് അവസാന യോഗം പിരിഞ്ഞത്. രാത്രി 7:30 കുമളി ഏലത്തോട്ടത്തിലെ ഷെഡിൽ ദേവനായകവും വേറെ ചിലരും ഒത്തുകൂടി. വണ്ടിപ്പെരിയാറിലെ ചർച്ചയിൽ പങ്കെടുത്ത സഹദേവനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ചർച്ചയുടെ വിശദാംശങ്ങൾ മുഴുവൻ ദേവനായകത്തിനോട് പറഞ്ഞിട്ട് സഹദേവൻ തുടർന്നു. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ എത്തില്ല പ്രസിഡന്റ്. പൊടുന്നനെ ദേവനായകത്തിന്റെ ഫോൺ വിറച്ചു. അതിൽ തെളിഞ്ഞ പേര് ദേവനായകൻ കണ്ടു. വർഗീസ് പുന്നത്ര. അയാൾ അറ്റൻഡ് ചെയ്തു. ഞാനിപ്പോൾ മിനിസ്റ്ററുടെ കൂടെ ഡൽഹിയിലാ. എന്തൊക്കെയായി കാര്യങ്ങൾ? അയാൾ തിരക്കി. നിരാഹാര സമരം നാളെ തുടങ്ങാൻ തന്നെയാ തീരുമാനം. ദേവനായകൻ കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞതൊക്കെ മൂളിക്കേട്ടു. കാൾ കട്ട് ചെയ്തിട്ട് അയാൾ മുന്നിലിരുന്നവരുടെ നേരെ തിരിഞ്ഞു. എനിക്കറിയാം എന്തു വേണമെന്ന്. കസ്തൂരി രംഗ റിപ്പോർട്ടിന്റെ തീരുമാനം സർക്കാർ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കും. പുന്നത്ര സാർ അതാ പറഞ്ഞത്. പൊതുജനം എന്ന കഴുതകളുടെ മുന്നിലേക്ക് നമ്മൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ കുറേ കാലത്തേക്ക് അതിന്റെ പിന്നാലെ പോയിക്കോളും അവർ. വേറെയുമുണ്ട് അടവുകൾ. ഇവിടുത്തെ മലയാളികളും തമിഴരും തമ്മിൽ തെറ്റിയാൽ നിരാഹാര സമരമൊക്കെ 8 നിലയിൽ പൊളിയും. നിങ്ങൾ നോക്കിക്കോ. തൻ്റെ ഉള്ളിൽ ഉടലെടുത്തിരിക്കുന്ന ഇവരോട് പറയാത്ത മറ്റൊരു ആശയത്തെക്കുറിച്ച് ദേവനായകൻ സ്വയം ചിരിച്ചു. രാത്രി 8 മണി. ആദി ജയന്തന്റെ വീട്ടിലെത്തുമ്പോഴേക്കും തിരുവനന്തപുരത്ത് നിന്ന് സുരേന്ദ്രനാഥും സംഘവും മടങ്ങിയെത്തിയിരുന്നു. തനിക്ക് നേരെയുണ്ടായ വധശ്രമത്തെക്കുറിച്ച് ജയന്തൻ പറഞ്ഞപ്പോൾ CI പരശുറാം അടുക്കളവാതിൽ പരിശോധിച്ചു. എന്നാലും തീക്കട്ടയിൽ ഉറുമ്പരിക്കാൻ മാത്രം വളർന്നവരാരാ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. സുരേന്ദ്രനാഥ് പരശുറാമിന് നേരെ തിരിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ ഫോൺ പോലും എടുക്കത്തില്ലെന്ന് വന്നാൽ എങ്ങനെയാടാ? ഞാൻ ഇപ്പോൾ തന്നെ SIയെ വിളിക്കുന്നുണ്ട് പാപ്പ. സെൽഫോൺ എടുക്കുന്നതിനിടെ അയാൾ സംശയം പ്രകടിപ്പിച്ചു. ഇതൊരു മർഡർ അറ്റംപ്റ്റ് ആണോ അതോ മോഷണശ്രമമാണോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. അതെന്താ? ജയന്തൻ നെറ്റിച്ചുളിച്ചു. നമ്മളെല്ലാവരും തിരുവനന്തപുരത്തേക്ക് പോയെന്ന് കരുതി ആരെങ്കിലും? അയാൾ പൂർത്തിയാക്കും മുമ്പ് സുരേന്ദ്രനാഥ് ഇടപെട്ടു. അതെങ്ങനെയാടാ? നമ്മൾ പോകുന്ന വിവരം പുറത്താരും അറിഞ്ഞിട്ടില്ലല്ലോ. എന്താ, നീ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. പതർച്ച മറിച്ചുകൊണ്ട് പരശുറാം രാധാചന്ദ്രന് കാളയച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ ഇത്തരമൊരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ കാര്യം എങ്ങനെയാടാ? സുരേന്ദ്രനാഥിന് രോഷം അടക്കാൻ കഴിയുന്നില്ല. നീയൊക്കെ യൂണിഫോം ഇട്ട് തെക്കുവടക്ക് നടക്കുന്നതിനേക്കാൾ നല്ലത് തുമ്പപ്പണിക്ക് പോകുന്നതാ. രാധാചന്ദ്രന് ലൈനിൽ കിട്ടി. പപ്പ തന്നെ കുറ്റപ്പെടുത്തിയതിൻ്റെ ദേഷ്യം മുഴുവൻ പരശുറാം രാധാചന്ദ്രനോട് തീർത്തു. എന്താടോ, സ്റ്റേഷൻ അടച്ചുപൂട്ടി താനൊക്കെ അച്ചുവീട്ടിൽ വിരുന്നിന് പോയതായിരുന്നോ? എന്താ ഫോൺ എടുക്കാതിരുന്നത്? ഐ വാണ്ട് എക്സ്പ്ലനേഷൻ. സാർ, ഞാൻ അങ്ങോട്ട് വരാം സാർ. രാധാചന്ദ്രൻ പരുങ്ങി. എന്നിട്ട് എന്തോ കാണിക്കാനാ? അപ്പുറത്ത് മൗനം. നാളെ രാവിലെ താൻ എൻ്റെ മുന്നിലെത്തണം. ഷാർപ്പ് 9:30. അപ്പോൾ എക്സ്പ്ലനേഷനും എനിക്ക് കിട്ടണം. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. രോഷത്തോടെ പരശുറാം കോൾ കട്ട് ചെയ്തു. ആ നേരത്തായിരുന്നു ആദിശങ്കറിൻ്റെ വരവ്. എന്നാലും ആദി, തക്ക സമയത്ത് നീ അവരെ വിളിച്ചുകൊണ്ട് വിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കത് ഓർക്കാനേ പറ്റുന്നില്ല. ആദി ഇടം കണ്ടിട്ട് പരശുറാമനെ നോക്കി. അയാൾ മുഖം കൊടുത്തില്ല. ഇവിടുത്തെ വിവരങ്ങൾ കൃത്യമായി അറിയാവുന്ന ആരെങ്കിലും കാണും ഇതിനു പിന്നിൽ. ജയന്തന്റെ റൂം പോലും അറിയാവുന്നവർ. ഇവിടെ ആരും ഇല്ലെന്ന് വ്യക്തമായി അറിയാവുന്നവർ. ആദി സുരേന്ദ്രനാഥിന് നേരെ തിരിഞ്ഞു. സാറിന് എന്ത് തോന്നുന്നു? ആദി പറഞ്ഞത് കറക്റ്റ്. അയാളും അനുകൂലിച്ചു. ബട്ട് ഹൂ? കൂടുതൽ നേരം അവിടെ നിൽക്കാതെ പരശുറാം സൂത്രത്തിൽ മാറിക്കളഞ്ഞു. ജുവൽ ആദ്യെ തന്നെ നോക്കി നിൽക്കുകയാണ്. കണ്ണുകൾ തമ്മിലൊന്നും മുട്ടിയപ്പോൾ അവൾ പുഞ്ചിരിച്ചു. തിരുവനന്തപുരത്ത് പോയിട്ട് എന്തായി? അവൻ തിരക്കി. സുരേന്ദ്രനാഥ് കാര്യം ചുരുക്കി പറഞ്ഞു. വിവാഹം ഉടനെ ഉണ്ടാകും. ഏറിയാൽ 15 ദിവസം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കണമല്ലോ സാർ. പിന്നെ വേണ്ടേ? എല്ലാത്തിനും നീ ഇവിടെ തന്നെ ഉണ്ടാവണം. സാറ് പറഞ്ഞില്ലെങ്കിലും ഞാൻ കാണുമല്ലോ. അത് കേട്ടപ്പോൾ ജുവൻ്റെ ഉള്ളം കുളിർത്തു. എന്നാൽ അപ്പുറത്തെ മുറിയിൽ നിന്ന് പരശുറാം പല്ലു ഞെരിച്ചു. നീ വാ, പറയാനുണ്ട്. ജയന്തൻ ആദ്യമായി കൂട്ടി തൻ്റെ മുറിയിലേക്ക് പോയി. അന്നത്തെ കമ്മിറ്റിയുടെ കാര്യങ്ങൾ ജയന്തൻ വിവരിച്ചു. അപ്പോൾ നിരാഹാര സമരത്തിൽ താല്പര്യമില്ലാത്തവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കൈകൾ പിന്നിൽ കെട്ടി ആദ്യ മുറിയിലൂടെ 2-3 ചാൽ നടന്നു. ഉണ്ട്, പ്രത്യേകിച്ച് തങ്കമലയിലെ സഹദേവൻ. ജയന്തൻ ഒരു സിഗരറ്റ് കത്തിച്ചു. ആദി തലയിളക്കി. അയാളുടെ വരികൾക്കിടയിൽ പോലും അർത്ഥം കണ്ടെത്തേണ്ട സമയമാണിത്. അവനും ഒരു സിഗരറ്റ് എടുത്തു.
നീ കുറച്ച് ദിവസമായി ഉത്കണ്ഠപ്പെടുന്നുണ്ടല്ലോ ആദി. എന്താ കാര്യം? എന്താണേലും എന്നോട് തുറന്നു പറ. പക്ഷേ ആദി പറഞ്ഞില്ല. അവൻ മനസ്സിൽ ചില കണക്കുകൾ നടത്തുകയായിരുന്നു. മടങ്ങിപ്പോകും മുമ്പ് അവൻ സുരേന്ദ്രനാഥിനോട് പറഞ്ഞു, ഏതായാലും ഞാനും ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു സാറേ. ആരാണ് ഇവിടെ വന്ന് അതിക്രമം കാണിച്ചതെന്ന്. അതൊക്കെ പോലീസിന് കണ്ടുപിടിക്കാനറിയാം. പരശുറാം പെട്ടെന്ന് അങ്ങോട്ട് വന്നു. സുരേന്ദ്രനാഥ് അത് അവഗണിച്ചു. അവൻ അങ്ങനെയൊക്കെ പറയും ആദി. നീയും നിന്റെ വഴിക്കൊന്ന് തിരിഞ്ഞോ. ശരി സാർ. അവൻ പോയി. പരശുറാമിൻ്റെ മുഖം കറുത്തു. ഇനിയെങ്കിലും പപ്പയോട് എനിക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. അവൻ്റെ ഈ വരവും പോക്കും ഇവിടെ കാണിക്കുന്ന സ്വാതന്ത്ര്യവുമൊന്നും എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. സുരേന്ദ്രനാഥ് കൈ ഉയർത്തി. നിർത്തടാ, അവനിവിടെ വരും. അവനില്ലായിരുന്നെങ്കിൽ ഞാനില്ലായിരുന്നു, അത് മറക്കണ്ട. പരശുറാം എന്തോ പിറുപിറുത്തു. രാത്രി 12 മണി. റോസാപ്പൂക്കണ്ടം. അത്താഴം കഴിച്ച ശേഷം ആദിയുടെ വീട്ടിൽ ഇതുവരെ ആരും ഉറങ്ങിയിട്ടില്ലായിരുന്നു. ശേഖരനും സുഗന്ധിയും ഭദ്രയും ഉണർന്നു തന്നെ രാത്രിയായപ്പോഴാണ്. അവർ ഏറെ നേരം സംസാരിച്ചിരുന്നു. മാതിരി മുത്തശ്ശി മകനെ നോക്കി. ശേഖര, എടാ നട്ടലില്ലാത്ത കഴുതേ, ഇനിയെങ്കിലും നീയൊന്ന് മനസ്സ് തുറക്ക്. എന്തിനാ ഇത്രയും കാലം ഇവിടുന്ന് പോയി ഒളിച്ച് താമസിച്ചത്? ശേഖരൻ അവർക്ക് നേരെ മുഖം തിരിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെന്ന് പലവട്ടം ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെ തോന്നി, ചെയ്തു, അത്രമാത്രം. പക്ഷേ മുത്തശ്ശി വിടാൻ ഭാവമില്ലായിരുന്നു. അങ്ങനെ തോന്നാനും ഒരു കാരണം കാണുമല്ലോ, അതാ ഞാൻ തിരക്കിയത്. ശേഖരനും സുഗന്ധിയും മുഖാമുഖം ഒന്ന് നോക്കി. ആരും മിണ്ടിയില്ല. കണ്ടില്ലടാ ആദി, നിന്റെ തന്തയുടെ പ്രകൃതം, മുത്തശ്ശി പറഞ്ഞു. എന്താടാ ഇവനിങ്ങനെ? നമ്മൾ ഈ നാട്ടുകാരനല്ലേ? ആദി കൈമലർത്തി. പിന്നെ മുത്തശ്ശിയുടെ മോനല്ലേ? ജനുസിൻ്റെ ഗുണം. നീ പോടാ അവിടെ നിന്ന്. ഞാനും ഇവൻ്റെ തന്തയെ നല്ല ഉശിരുള്ളവരായിരുന്നു. എങ്കിലും അവർക്കൊരു കാര്യം വ്യക്തമായി. ശേഖരനും പുറത്തു പറയാനുള്ള ധൈര്യമില്ല. ഒന്നുകിൽ ആരെയെങ്കിലും ഭയന്നിട്ട്, അതല്ലെങ്കിൽ സ്വയം കുരുക്കിൽ വീഴുമെന്ന് അറിയാവുന്നതുകൊണ്ട്. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഇനി അച്ഛനോട് ഈ കാര്യം ചോദിക്കേണ്ട മുത്തശ്ശി, ആദി പറഞ്ഞു. അടുത്ത നിമിഷം അവൻ്റെ ഫോൺ ഇരമ്പി. ഈ നേരത്ത് ആരാ? പിറുപിറുത്തുകൊണ്ട് അവൻ ഫോൺ എടുത്ത് നോക്കി. ജുവൽ. ഹലോ. അവൻ തൻ്റെ മുറിയിലേക്ക് മാറി. ആദി. ഒരു നിലവിളിയായിരുന്നു മറുപടിയായി കേട്ടത്. അവൻ കിടുങ്ങിപ്പോയി. ആദിക്ക് നടുക്കവും പരിഭ്രമവും അസ്വസ്ഥതയുമേറി. എന്താ ജുവൽ, നീ കരയാതെ കാര്യം പറ. ജയന്തിന് എന്തെങ്കിലും അപകടം? ഇല്ല, ഏട്ടന് കുഴപ്പമൊന്നുമില്ല. കരച്ചിലിനിടയിൽ അവളുടെ ശബ്ദം കേട്ടു. നീ പിന്നെ എന്തിനാ കരയുന്നത്? എനിക്കൊരു വിവാഹാലോചന. അവൾ വെക്കി. അവന് ചിരി വന്നു. ഈ അർദ്ധരാത്രിയിലോ? കുന്തം. അവൾക്ക് ദേഷ്യമായി. എന്തു പറഞ്ഞാലും ആദിക്ക് തമാശയാ. അല്ല, കാര്യമായി തന്നെയാ. ഏതായാലും വിവാഹം ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. നീ ധൈര്യമായി എല്ലാം തുറന്നു പറഞ്ഞോളൂ. ആ വാക്കുകൾ ജുവലിന് അല്പം ആശ്വാസം പകർന്നു. അവൾ പറഞ്ഞു. രാത്രി രവിയേട്ടൻ വന്നു. രവി, നിങ്ങൾ പരശുറാമിന് പെണ്ണ് കാണാൻ പോയപ്പോൾ അവൻ വന്നില്ലേ? ഇല്ല, വരുമെന്നാ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നിട്ട്? അവൻ ജനലഴിയിൽ പിടിച്ചു. ഏട്ടൻ മടങ്ങിയെത്തിയത് എനിക്കൊരു വിവാഹാലോചനയുമായിട്ടാ. ആരെ ചെറുക്കൻ? ആദിയുടെ നെറ്റി ചുളിഞ്ഞു. ജലസേചന മന്ത്രിയുടെ PA വർഗീസ് പുന്നത്ര. ആ ചെറ്റയോ? വേറെ ആണുങ്ങളെയൊന്നും കണ്ടില്ലേടി നിന്റെ ആങ്ങള? അതെങ്ങനാ? കന്നു ചെന്നാൽ കന്നിക്കൂട്ടത്തിലല്ലേ ചേരൂ. ആദി പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. ആ പറ. ഇത് ആദി കരുതുന്നത് പോലെ തമാശയല്ല. രവിയേട്ടനൊക്കെ അങ്ങ് തീരുമാനിച്ച മട്ട. ആ ഉറപ്പിന്മേൽ അവൻ്റെ അമ്മയെ കെട്ടിച്ചു കൊടുക്കാൻ പറ. ആദി പെട്ടെന്ന് തിരുത്തി. ഓ, അവൻ്റെ അമ്മ നിൻ്റെ അമ്മയാണല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കല്യാണത്തിന് നിന്റെ പപ്പ സമ്മതിക്കുമോ? ആദി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എങ്കിൽ പറഞ്ഞോടി. എന്നിട്ട്? കാര്യം കേട്ടപ്പോൾ പരശുവേട്ടന് താല്പര്യം. അവർ രണ്ടുപേരും കൂടി നേരത്തെ ഇക്കാര്യം ഡിസ്കസ് ചെയ്തിരുന്നോ എന്നെനിക്കൊരു സംശയം. അതെന്തുമാകട്ടെ, മറ്റുള്ളവരുടെ അഭിപ്രായം എന്താ? ജയന്തേട്ടൻ അപ്പോഴേ പറഞ്ഞു പറ്റത്തില്ലെന്ന്. അവനാണടി. ആട്ടെ, നിന്റെ പപ്പയോ? പപ്പയ്ക്കും മമ്മിക്കും താല്പര്യമില്ല. പക്ഷേ പപ്പയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പരശുവേട്ടന് കഴിഞ്ഞേക്കും. കാര്യം അത്ര നിസ്സാരമല്ലെന്ന് തോന്നി ആദിക്കും. തന്നെ സുരേന്ദ്രനാഥ് സാറിന് ഇഷ്ടമൊക്കെയാണ്. പക്ഷേ സ്വന്തം പുത്രിയുടെ വിവാഹം വരുമ്പോൾ അന്തസ്സും കുലമഹിമയുമൊക്കെ നോക്കാതിരിക്കുമോ? മാത്രമല്ല പരശുറാമിനും രവിക്കും തന്നോട് ഉള്ളുകൊണ്ട് താല്പര്യമില്ല താനും. ആദി, ജുവലിൻ്റെ ശബ്ദമാണ് അവനെ ഉണർത്തിയത്. നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട മോളെ. ഞാനില്ലേ. കാര്യങ്ങൾ എത്ര വരെ പോകുമെന്നറിയട്ടെ. നീ ധൈര്യമായിരിക്കെ. അവൻ്റെ വാക്കുകൾ അവൾക്ക് ആശ്വാസമായി. വണ്ടിപ്പെരിയാർ. രാവിലെ 10 മണി. പെരിയാറിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ പുതിയ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അനിശ്ചിതകാല നിരാഹാര സമരം എന്ന തലക്കെട്ടിന് കീഴെ ജയന്തൻ്റെ ഫോട്ടോ വലിപ്പത്തിൽ, ഒപ്പം സമരസമിതി നേതാക്കളും. അഴുത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ കുരിശിങ്കലാണ് നിരാഹാര സമരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സാക്ഷികളായി തിങ്ങിക്കൂടിയ ജനസഞ്ചയം, വിവിധ ചാനലുകളുടെയും പത്രങ്ങളുടെയും റിപ്പോർട്ടർമാർ. ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ ജയന്തൻ സംസാരിച്ചു തുടങ്ങി. ഈ സമരത്തിന് ഒരു രാഷ്ട്രീയത്തിൻ്റെയും കൊടിനിറമില്ല. ആരെയും വെല്ലുവിളിക്കാനുമല്ല.
മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഉണ്ടാകാവുന്ന വിപത്തുകളെക്കുറിച്ച് 6 വർഷത്തോളമായി നാം ഉത്തരവാദിത്തപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പലവട്ടം വന്ന അന്വേഷണ കമ്മീഷനുകൾ ഡാം പൊട്ടാനുള്ള സാധ്യത സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. റിക്ടർ സ്കെയിലിൽ 7 അതിനു മുകളിലോ ഭൂചലനം രേഖപ്പെടുത്തിയാൽ ചിതറിത്തെറിക്കാവുന്നതേയുള്ളൂ ഡാം. ഭൂചലനത്തെ നിയന്ത്രിച്ചു നിർത്താൻ നമുക്ക് കഴിയില്ല. പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കപ്പെടുന്ന ഇവിടെ ഏത് നിമിഷവും എന്തും സംഭവിക്കാം. അതുകൊണ്ട് പ്രാണൻ വാരിപ്പിടിച്ചുകൊണ്ടുള്ള ഈ ജീവിതം നമുക്ക് ദുസ്സഹമായിരിക്കുന്നു. ഹൃദയം മിടിക്കുന്നുണ്ടോ എന്ന് സദാനേരവും നെഞ്ചിൽ കൈവച്ച് നോക്കിയാണ് ഇവിടെയുള്ളവർ കഴിയുന്നത്. ജയന്തൻ ഒന്ന് നിർത്തി. അവൻ എല്ലാവരെയും ശ്രദ്ധിച്ചു. അവൻ്റെ വാക്കുകൾക്കായി കാതോർത്ത് നിൽക്കുകയാണവർ. പുതിയ ഡാം നിർമ്മിച്ചാലും തമിഴ്നാടിന് ഇപ്പോഴത്തെ പോലെ വെള്ളം കൊടുക്കാമെന്ന് നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ പെയ്യുന്ന മഴയുടെ 3/4 പങ്കും നമ്മൾ അറബിക്കടലിലേക്ക് ഒഴുക്കിക്കളയുകയാണ്. ഇവിടെ കൃഷി കുറഞ്ഞു, പാടങ്ങൾ മണ്ണിട്ട് നികത്തുന്നു. പക്ഷേ നമ്മുടെ തമിഴ് സഹോദരങ്ങൾ ഓരോ തുള്ളി വെള്ളവും എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നെന്ന് നമുക്കറിയാം. അത് കണ്ടു നമ്മളവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും പുതിയ ഡാം എന്ന പദ്ധതിയോട് അയൽ സർക്കാർ എതിര് നിൽക്കുന്നു. നമ്മുടെ സർക്കാരിനാണെങ്കിൽ ചർച്ചകൾ എന്ന പേരിലുള്ള പ്രഹസനങ്ങളല്ലാതെ ഇതിലൊന്നും വേണ്ടത്ര താല്പര്യവുമില്ല. അവരെ പിന്താങ്ങാൻ നമ്മുടെ ചില സാംസ്കാരിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും. യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് ഇവിടെ താമസിക്കുന്ന തമിഴ് സഹോദരന്മാർക്കറിയാം. പ്രാണം തരൂ, വെള്ളം കൊടുക്കാം എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം. ജയന്തൻ കർച്ചീഫ് എടുത്ത് മുഖവും കഴുത്തും തുടച്ചു. പിന്നെ വീണ്ടും പറഞ്ഞു തുടങ്ങി. വാക്കുകൾക്ക് വീർ കൂടിയതോടെ അവൻ്റെ ഭാവം മാറി. അവിടെ കൂടിയ ആളുകൾ ഹർഷാരവത്തോടെയാണ് അവൻ്റെ വാക്കുകളെ എതിരേറ്റത്. ജയന്തൻ കൈ ഉയർത്തിയപ്പോൾ അവർ ശാന്തരായി. ചിലരുടെയൊക്കെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ 2 സംസ്ഥാനങ്ങളിലെയും ഭരണകർത്താക്കൾ ശ്രമിക്കുന്നില്ലേ? ഏതായാലും ഈ നിരാഹാര സമരം പലരുടെയും ഉറക്കം കെടുത്തുക തന്നെ ചെയ്യും. അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ വെളുപ്പിന് എനിക്ക് നേരെ വധശ്രമമുണ്ടായി. മീഡിയയ്ക്ക് വേണമെങ്കിൽ തെളിവ് ശേഖരിക്കാം. എൻ്റെ വീടിൻ്റെ വാതിൽ ചവിട്ടി തുറന്നു കൊലയാളികൾ അകത്ത് കടക്കുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് തലനാരിഴയ്ക്കിടയിലുള്ള എൻ്റെ രക്ഷപ്പെടൽ. പിന്നെ എൻ്റെ സുഹൃത്ത് ആദിയുടെ അവസരോചിതമായ ഇടപെടലും. ജയന്തൻ ആ സംഭവം ചുരുക്കി പറഞ്ഞു. ജനം അത് കേട്ട് മിഴിച്ചു നിന്നു. ജയന്തൻ സിന്ദാബാദ്. അന്തരീക്ഷത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ജയന്തൻ പ്രസംഗം അവസാനിപ്പിച്ചു. നിരാഹാര സമരം ആരംഭിച്ചു. ജനങ്ങൾക്കിടയിൽ നിന്ന് അകന്നുമാറി ആദിയും ലിജോയും നിൽപ്പുണ്ടായിരുന്നു. ആദ്യം നോക്കിയത് സമരപന്തലിലേക്ക് ഒരാക്രമണം ഉണ്ടായാൽ അത് ഏതു ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കുമെന്നാണ്. സമയം കടന്നുപോയി. ചാനലുകളിൽ നിരാഹാര സമരത്തിൻ്റെ വാർത്തകൾ വന്നു തുടങ്ങിയതോടെ മുല്ലപ്പെരിയാർ പ്രശ്നം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയായിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങി. ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. കേരളത്തിലുടനീളം പോസ്റ്ററുകൾ നിരന്നു, ജാഥകൾ നടന്നു. വാർത്താ ചാനലുകൾ രാഷ്ട്രീയ നിരീക്ഷകരുടെയും പരിസ്ഥിതി പ്രവർത്തകരെയും സാമൂഹിക പ്രവർത്തകരെയും അണിനിരത്തി സംഭവങ്ങൾ കൊഴുപ്പിച്ചു. അവസരം മുതലാക്കാൻ പ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തി. അടിയന്തരമായി മന്ത്രിസഭ കൂടുകയാണെന്ന് ഡൽഹിയിലായിരുന്ന മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് വന്നു. തമിഴ്നാട്ടിൽ നേരെ വിപരീതമായിരുന്നു സംഭവങ്ങൾ. സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് ഗൂഡല്ലൂരും കമ്പത്തും തേനിയിലുമൊക്കെ ഭരണരംഗത്തെ പ്രമുഖർ രംഗത്തെത്തി. കേരളത്തിലെ ജനങ്ങളെ നിക്ഷിപ്ത താൽപ്പര്യക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അവരുടെ ഉദ്ദേശം മറ്റു പലതുമാണെന്നും പറഞ്ഞ് നേതാക്കൾ തമിഴ് ജനതയെ ഇളക്കിത്തുടങ്ങി. തമിഴ്നാടിന് വെള്ളം തരാതിരിക്കാനുള്ള ഗൂഢലക്ഷ്യമായി ഇത് പ്രചരിപ്പിച്ചു. അടുത്ത ദിവസം തന്നെ മുല്ലപ്പെരിയാറിലേക്ക് മാർച്ച് നടത്തുമെന്ന് തമിഴ് നേതാക്കൾ പ്രഖ്യാപിച്ചു. കേരളത്തിനെതിരെ അവിടെ ജനരോഷമിരമ്പി. പ്രതിഷേധ പ്രകടനങ്ങളും കവലപ്രസംഗങ്ങളും. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയ വാഹനങ്ങൾ തടയപ്പെട്ടു തുടങ്ങി. കൊച്ചി തേനി ഹൈവേയിൽ വാഹനങ്ങൾ കുറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കുള്ള ചരക്കു നീക്കങ്ങൾ നിലച്ചു. അനുനിമിഷം വർദ്ധിക്കുകയായിരുന്നു പ്രതിഷേധ വീര്യം. വർഷങ്ങളായി തമിഴ്നാട്ടിൽ ജോലി ചെയ്തിരുന്നവരും വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരും അങ്കലാപ്പിലായി. മാഫിയ സംഘങ്ങൾ ഈ അവസരം ശരിക്കും മുതലെടുത്തു. മലയാളികളുടെ പല വ്യാപാര സ്ഥാപനങ്ങളും തകർക്കപ്പെടുകയോ കൊള്ളയടിക്കപ്പെടുകയോ ചെയ്തു. പലരും കടകളടച്ച് കയ്യിൽ കിട്ടിയതുമായി രക്ഷപ്പെട്ടു. മലയാളികൾ കഴിവതും പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിച്ചു. ഇന്നലെ വരെ സ്നേഹത്തോടും സൗഹൃദത്തോടും കഴിഞ്ഞിരുന്നവർ ഇന്ന് പകയോടെ പരസ്പരം നോക്കാൻ തുടങ്ങി. കേരളത്തിൽ വണ്ടിപ്പെരിയാറിലെ സമരപന്തലിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും ജനപ്രവാഹമായി. പിന്തുണയുമായി സ്കൂൾ കുട്ടികൾ വരെ രംഗത്തെത്തി. ഡൽഹിയിൽ നിന്ന് ജലസേചന മന്ത്രി ചെട്ടിക്കുളങ്ങര സദാശിവൻ CI പരശുറാമുമായി ഫോണിൽ ബന്ധപ്പെട്ടു. എന്തൊക്കെയാ പരശുറാമേ അവിടെ നടക്കുന്നത്? തൻ്റെ അനുജ കാരണം ഞങ്ങളുടെ മന്ത്രിസഭ താഴെ പോകുമോ? പരശുറാം പരുങ്ങി. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല സാർ. എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമല്ലോ? പോലീസ് ചുറ്റും നിൽക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ കാറിലിട്ട് എറിയുന്ന നാടാ നമ്മുടേത്. പരശുറാം മിണ്ടിയില്ല. സദാശിവൻ തുടർന്നു. താൻ വിചാരിച്ചവരൊന്നും ജയന്തനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതാ അവനുള്ള ജനപിന്തുണ. അടുത്ത തവണ അവൻ സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും എതിർ സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോകും. അതാ ഇൻ്റലിജൻസ് റിപ്പോർട്ട്. പരശുറാമിൻ്റെ കണ്ണു തള്ളി. സാർ, കൂടുതൽ കുഴപ്പങ്ങളുണ്ടാകാതെ ഞാൻ നോക്കാം.
വെറുതെ നോക്ക്. പക്ഷേ തനിക്കവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മന്ത്രി ഫോൺ കട്ട് ചെയ്തു. രാത്രി 8 മണി. ഗൂഡല്ലൂരിലും കമ്പത്തിനും മധ്യേ ഹൈവേയുടെ ഇടതുവശത്തായിരുന്നു അലക്സ് തോമസിന്റെ വിശാലമായ മുന്തിരിത്തോട്ടം. 70 ഏക്കർ തോട്ടത്തിന് നടുവിൽ തന്നെയാണ് വീട്. വിവിധ പ്രായത്തിലുള്ള മുന്തിരിച്ചെടികൾ തോട്ടത്തിലുണ്ട്. പഴുത്തു വിളവെടുക്കാറായ കായകളുള്ളത്, വിളയാവാറായത്, പകുതിയോളം വിളർച്ചയെത്തിയത്, പൂക്കാൻ തുടങ്ങിയത്, ചെറുവള്ളികളും ഇലകളും മുറിച്ചു മാറ്റി അടുത്ത വിളവിന് വേണ്ടി വളമിട്ട് വെള്ളം നനച്ചു കൊണ്ടിരിക്കുന്നതുവരെയുണ്ട്. ഏത് സമയത്തും മുന്തിരി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്രമീകരണങ്ങൾ. ചിന്താധീനനായിരുന്നു അലക്സ് തോമസ്. ടിവിയിൽ വരുന്ന വാർത്തകളും ചിത്രങ്ങളുമൊക്കെ അയാളെ വല്ലാതെ ഭയപ്പെടുത്തി. 40 വർഷത്തോളമായി അയാൾ ഇവിടെ വന്നിട്ട്. ഹരിപ്പാടാണ് അലക്സ് തോമസിന്റെ കുടുംബം. ആദ്യമൊക്കെ ചില ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ സധൈര്യം നേരിട്ട് കാലുറപ്പിക്കുകയായിരുന്നു അയാൾ. അന്ന് അപ്പനുണ്ടായിരുന്നു സഹായത്തിന്. ഇന്ന് അലക്സ് തോമസ് എല്ലാവർക്കും ബഹുമാന്യനാണ്. കുറഞ്ഞ വിലയ്ക്ക് തോട്ടം തട്ടിയെടുക്കാൻ പലരും ശ്രമിച്ചിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചായിരുന്നു ജീവിതം. ആദ്യകാലത്ത് സെന്റിന് 100ഉം 200ഉം രൂപ വില കൊടുത്താണ് പലരിൽ നിന്നായി തരിശായി കിടന്നിരുന്ന ഭൂമി വാങ്ങിയത്. പിന്നീടുള്ള അധ്വാനത്തിന്റെ ഫലമാണ് ഈ തോട്ടം. ഇപ്പോൾ ഏത് പൊട്ടക്കണ്ണിന് കൊടുത്താലും 100 കോടിയിലധികം കിട്ടും. കേരളത്തിലേതുപോലെ ഇപ്പോൾ ഇവിടെയും ഭൂമിക്ക് വില കൂടുതലാണ്. 3 മക്കളാണ് അലക്സ് തോമസ് ലിസിയമ്മ ദമ്പതികൾക്ക്. ഒരാണും 2 പെണ്ണും. മകൻ ഡേവിഡ് തോമസ് ബാംഗ്ലൂരിൽ മെഡിസിന് പഠിക്കുന്നു. പെൺമക്കൾ ജോയ്സിയും മാർത്തയും ഒപ്പം തന്നെയുണ്ട്. വീടിന്റെ സിറ്റൗട്ടിൽ മുന്തിരിപ്പാടത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അലക്സ് തോമസ്. ലിസിയമ്മ അവിടേക്ക് വന്നു. എന്താ ചിന്തിച്ചിരിക്കുന്നത്? വെറുതെ ഓരോന്ന്. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് ദീർഘമായി നിശ്വസിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇനി എന്താവോ അവസ്ഥ? മുല്ലപ്പെരിയാറിന്റെ കാര്യമാണോ? ലിസിയമ്മ എന്തോ പറയാനാഞ്ഞതും ഭയങ്കരമായൊരു ശബ്ദം. ഇരുവരും ഞെട്ടലോടെ നോക്കി. 2 തീക്കണ്ണുകൾക്ക് മുന്നിൽ ചിതറിത്തെറിക്കുന്ന ഗേറ്റിലെ തടിക്കഷ്ണങ്ങൾ. അവരുടെ തൊണ്ടയിൽ ഒരു നിലവിളി കുരുങ്ങി. കണ്ണുകളിൽ അഗ്നി എരിച്ചുകൊണ്ട് ലോറി മുന്തിരിത്തോട്ടത്തിനിടയിലെ മൺറോഡിലൂടെ അകത്തേക്ക് പാഞ്ഞു. അലക്സ് തോമസിന്റെ ഇമകൾ വല്ലാതെ വെട്ടി. ഗേറ്റും വീടും തമ്മിൽ 3 മീറ്ററോളം അകലമുണ്ട്. വീടിനു ചുറ്റും തോട്ടമായതിനാൽ 6 അടി ഉയരമുള്ള പന്തലുകൾക്കു മീതെ കൂടി അകലെ വരെ കാണാമായിരുന്നു. ആഗതൻ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു മനോഹരമായ തടിഗേറ്റ്. അത് പിന്നെ അലക്സ് തോമസ് മാറ്റിയില്ല. ഒരു കൗതുകത്തിനായി അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് കരുതി. ലിസി, നീ അകത്തു പോ. ആപത്ശങ്കമാണത്ത അലക്സ് ചാടി എഴുന്നേൽക്കുന്നതിനിടയിൽ തിടുക്കത്തിൽ പറഞ്ഞു. എന്നിട്ടും ലിസിയമ്മ ശങ്കിച്ചു നിന്നു. എടി, നിന്നോടാ പറഞ്ഞത് അകത്തു പോകാൻ. അയാളുടെ ശബ്ദം മുറുകി. ലിസിയമ്മ വേഗം അകത്ത് കടന്നു വാതിലിന് പിന്നിലേക്ക് മാറി. പാഞ്ഞു വന്ന ലോറി സിറ്റൗട്ടിന് മുന്നിൽ ബ്രേക്ക് ഇട്ടു. ആരാടാ അത്? അലക്സ് ഗർജിച്ചു. ഞാൻ താൻ, പച്ചയപ്പൻ. ലോറിയിൽ നിന്ന് ശബ്ദം കേട്ടു. നീയോ? അല്പം ആശ്വാസം തോന്നി അലക്സിന്. എന്ത് പോക്രിത്തരമടാ നീ കാണിച്ചത്? ആമണ്ണ, പറഞ്ഞുകൊണ്ട് പച്ചയപ്പൻ ലോറിയിൽ നിന്ന് മുറ്റത്തേക്ക് ചാടി. അയാൾക്ക് പിന്നാലെ 4-5 പേർ കൂടി ഇറങ്ങി വന്നു. കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുള്ള വരവാണിതെന്ന് അലക്സ് സംശയിച്ചു. അയാളുടെ അതേ പ്രായമാണ് പച്ചയപ്പനും. ഇവിടെ വന്ന കാലം മുതൽ കാണുന്നതാണ്. തൊട്ടടുത്ത തോട്ടത്തിന്റെ ഉടമയാണ് അയാൾ. അലക്സുമായുള്ള സഹവാസം കൊണ്ട് പച്ചയപ്പനും ഇപ്പോൾ മലയാളം നന്നായി സംസാരിക്കും. നീ കയറി വന്നിരിക്കേ, അലക്സ് ക്ഷണിച്ചു. പച്ചയപ്പൻ സിറ്റൗട്ടിലേക്ക് കയറി. ഒപ്പം വന്നവർ മുറ്റത്ത് നിന്നതേയുള്ളൂ. അയാൾ ഇരുന്നു. അലക്സും. ഒരു കാലത്ത് തൻ്റെ ഈ തോട്ടത്തിനു മേൽ പച്ചയപ്പന് ഒരു കണ്ണുണ്ടായിരുന്നെന്ന് അലക്സ് ഓർത്തു. പിന്നെ പതുക്കെ പതുക്കെ ഇയാൾ പിൻവാങ്ങുകയായിരുന്നു, തൻ്റെ അടുത്ത് ഒന്നും വില പോവില്ലെന്ന് കണ്ടപ്പോൾ. എന്താടോ ഗേറ്റൊക്കെ ഇടിച്ച് തകർത്തു വന്നത്? തൻ്റെ പിന്നാലെ ആരോ ഉണ്ടായിരുന്നോ? അലക്സ് തിരക്കി. പച്ചയപ്പൻ മൂളി. അടുത്ത നിമിഷം ഹൈവേയിൽ നിന്ന് 2 തീക്കണുകൾ കൂടി വെട്ടിത്തിരിഞ്ഞു. ലോറിക്ക് പിന്നിൽ വന്ന് അതും നിന്നു. ഒരു ജീപ്പ്. അലക്സ് അങ്ങോട്ട് തിരിഞ്ഞു. ജീപ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങി വെളിച്ചത്തിലേക്ക് വന്നു. അലക്സിന്റെ കണ്ണുകളിൽ ഒരു നടുക്കം മിന്നി. മാർത്താണ്ഡൻ. ഗുണ്ടയെന്നോ ഗുണ്ട തലവനെന്നോ വിശേഷിപ്പിക്കാൻ പറ്റില്ല. അതിനൊക്കെ മേലെയാണ് മാർത്താണ്ഡൻ. 6 അടിയോടടുത്ത ഉയരവും അധികം വണ്ണമില്ലാത്ത ശരീരവും ജീൻസും ടീഷർട്ടും വേഷം. അയാളുടെ പേര് കേട്ടാൽ കമ്പവും തേനിയുമൊക്കെ നിശ്ചലമാകും. അതാണ് പ്രകൃതം. ടൗണിൻ്റെ നടുക്കുവച്ച് പോലും പട്ടാപ്പകൽ കൊലപാതകം നടത്തിയിട്ടുണ്ട്. ഒരു നിയമവും അയാളെ തൊട്ടിട്ടില്ല. എല്ലാ രാഷ്ട്രീയക്കാരുടെയും അടുത്ത മിത്രമാണ് അയാൾ. എല്ലാവർക്കും മാർത്താണ്ഡനെ വേണം. ആരുമായും ഒരകലമിട്ടേ അയാൾ എടുക്കൂ. കൂടെ നിൽക്കുന്നവരെ വെട്ടേണ്ടി വന്നാൽ അതിനും മാർത്താണ്ഡൻ മടിക്കില്ല. ഇയാളെന്താ പച്ചയപ്പ നിന്റെ പിന്നാലെ? അലക്സ് ശബ്ദം താഴ്ത്തി തിരക്കി. മാർത്താണ്ഡൻ ലോറിയുടെ ബമ്പറിൽ ഇടങ്കാൽ ഉയർത്തിക്കുത്തി. പിന്നെ ഒരു ചെറിയ കമ്പ് കൊണ്ട് പല്ലിട കുത്തി. പച്ചയപ്പൻ്റെ കൂടെ വന്നവർ ഒതുങ്ങി നിന്നു. മാർത്താണ്ഡൻ ഒന്നും മിണ്ടിയില്ല. പറയാം. പച്ചയപ്പൻ മുന്നോട്ടാഞ്ഞിരുന്നു. അലക്സിന്റെ കണ്ണുകളിലേക്ക് നോട്ടം കുത്തി നിർത്തിക്കൊണ്ട് ചുണ്ടനക്കി. ഈ തമിഴ്നാട് മുഴുവൻ കേരള വിരുദ്ധ വികാരം അലയടിക്കുകയാണെന്ന് അലക്സിനറിയാമല്ലോ. അറിയാം. അയാളുടെ നെഞ്ചിരിപ്പ് കൂടി. അതുമാത്രമല്ല, 70 വർഷം ഈ നാട്ടിൽ കഴിഞ്ഞവർ പോലും കയ്യിൽ കിട്ടിയതൊക്കെ വാരിപ്പെറുക്കി പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അലക്സിന് ശബ്ദിക്കാനായില്ല. ഇവിടെ നിന്റെ തോട്ടത്തിലേക്കും ഒരു സംഘം പുറപ്പെട്ടതാ അലക്സെ. ഞാനും എൻ്റെ നിർദ്ദേശാനുസരണം മാർത്താണ്ഡനും കൂടിയാണ് അവരെ തടഞ്ഞത്. ഒറ്റയൊരു വ്യവസ്ഥയുടെ ഉറപ്പിൽ. പച്ചയപ്പനൊന്ന് നിർത്തി. എന്ത് വ്യവസ്ഥ?
അലക്സിൻ്റെ കാതുകൾ ജാഗരൂകരായി. വാതിലിന് പിന്നിൽ മറഞ്ഞു നിന്നിരുന്ന എലിസിയമ്മയും വർദ്ധിച്ചു വരുന്ന ചങ്കിടിപ്പോടെ കാതോർത്തു. നിന്നെ ഉപദ്രവിക്കരുതെന്നും നീ ഈ തോട്ടം എനിക്ക് തന്നിട്ട് പോയിക്കൊള്ളുമെന്നും ഞാൻ അവരോട് പറഞ്ഞു. അതവർ സമ്മതിച്ചിരിക്കുക. നിന്നെയും കുടുംബത്തെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കുമിളി കടത്തിവിടുന്ന കാര്യം ഞാൻ ഏറ്റു. അയാൾ ഗൂഢമായി മന്ദഹസിച്ചു. ഇല്ല, അലറുകയായിരുന്നു അലക്സ്. അതിനുള്ള വെള്ളം നീ ഇപ്പം തന്നെ അങ്ങ് വാങ്ങി വെച്ചൊരു പച്ചയപ്പ. എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാ ഇതെല്ലാം. എനിക്കാകെയുള്ള സ്വത്ത്. മരിക്കേണ്ടി വന്നാലും ഇത് ഞാൻ വിട്ടുതരത്തില്ല. അലക്സേ, ശാന്തമായിരുന്നു പച്ചയപ്പൻ്റെ ശബ്ദം. ഒരു നിമിഷത്തെ ആവശ്യം കൊണ്ട് നീയൊരു തീരുമാനം എടുത്തു കളയരുത്. ശാന്തമായി ചിന്തിച്ചു നോക്ക്. നിനക്ക് ഞാൻ 5 കോടി രൂപ തരും. അത് മതിയല്ലോ. ഇനിയുള്ള കാലം നിനക്കും കുടുംബത്തിനും സുഖമായി ജീവിക്കാൻ. പച്ചയപ്പൻ തുടർന്നു. അന്ന് ഈ വസ്തു വാങ്ങാൻ നിനക്ക് 1 ലക്ഷത്തിലധികം ആയിട്ടില്ലെന്ന് ഓർക്കണം. ആ സ്ഥാനത്താണിപ്പോൾ 5 കോടി. മറക്കണ്ട. ഇല്ലടാ ഇല്ല. അലക്സ് ചാടി എഴുന്നേറ്റു. 100-150 കോടി വിലമതിക്കുന്ന തോട്ടത്തിന് 5 കോടി. നിന്റെ ഔദാര്യം വേണ്ടടാ പുല്ലേ. ഇനി 1000 കോടിയാണെന്ന് നീ പറയുന്നതെങ്കിലും ഇതിൽ ഒരു പിടി മണ്ണ് വിൽക്കാൻ എനിക്ക് മനസ്സില്ല. പച്ചയപ്പനും സാവധാനം എഴുന്നേറ്റു. എങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ നിന്നെയും കുടുംബത്തെയും ഈ വീട്ടിലിട്ട് കത്തിക്കും. നിനക്ക് പ്രാണനാണോ വലുത് ഈ കാണുന്ന തോട്ടവും മണ്ണുമാണോടാ? തോട്ടവും മണ്ണും തന്നെ. ഇതില്ലെങ്കിൽ പിന്നെ എനിക്ക് പ്രാണൻ ബാക്കി കിട്ടിയിട്ട് എന്താ പ്രയോജനം? നെഞ്ചിൽ കൈയടിച്ചുകൊണ്ട് അലക്സ് ചീറി. അപ്പോൾ ഉടുമുണ്ട് മാത്രമായി നിനക്കിവിടുന്ന് പോകേണ്ടി വന്നാലത്തെ അവസ്ഥയോടാ? എന്താ ഭീഷണിയാണോ? അങ്ങനെയൊന്നും ഭയപ്പെടുന്നവനല്ല ഈ അലക്സ്. അറിയാമല്ലോ നിനക്കെന്നെ. പണ്ടും നീ ഇങ്ങനെ കുറേ കളികൾ നടത്തി നോക്കിയതല്ലേ. കാലം ഒരുപാട് മാറി അലക്സ്. ഇപ്പോൾ ഞാനൊന്ന് കഴിഞ്ഞൊടിച്ചാലുണ്ടല്ലോ, നിന്റെ തോട്ടത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ പോലും നിന്റെ നേരെ കത്തിയെടുക്കും. കാണണോ? പച്ചയപ്പ, നിനക്ക് പോകാം. അലക്സ് മുറ്റത്തേക്ക് കൈ ചൂണ്ടി. പച്ചയപ്പൻ പൊട്ടിച്ചിരിച്ചു. ഒന്ന് നേടണമെന്ന് കരുതിയാണ് വന്നതെങ്കിൽ അത് നടത്താതെ മടങ്ങില്ലട ഞാൻ. ഇപ്പോഴാണെങ്കിൽ നിനക്ക് ഞാൻ 5 കോടി തരും. റെഡി ക്യാഷ്. സമയം വൈകിയാൽ ഒന്നും തന്നില്ലെന്നിരിക്കും. ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. അയാൾ പച്ചയപ്പനെ പിടിച്ച് തള്ളി. അപ്രതീക്ഷിതമായിരുന്നതിനാൽ പച്ചയപ്പൻ മുറ്റത്തേക്ക് വേച്ചുപോയി. ചെന്നു നിന്നത് മാർത്താണ്ഡൻ്റെ മുന്നിൽ. അയ്യയ്യോ, എന്നാ നടക്കുതെങ്കേ? മാർത്താണ്ഡൻ പച്ചയപ്പനെ പിടിച്ചുയർത്തി. എതർക്ക് മുതലാളി ചുമ്മാ ശണ്ട പൊട്ടിക്കിട്ടേ ഇരിക്കുങ്കേ. അവർ ഇങ്ങൾക്ക് താനെ തോട്ടം തരുവാതെ சொன்னாங்க. അപ്പടി താനെ സാർ. അയാൾ വല്ലാതെ ഒരു ചിരിയോടെ അലക്സിനെ നോക്കി. ഇല്ലടാ ഇല്ല. നിന്റെ ഗുണ്ടായിസമൊന്നും എന്നോട് വേണ്ട. അലക്സ് ചീറി. എന്നെങ്കെ ഗുണ്ടായിസം? എന്നെ സാർ ഇത് മുതലാളിക്കിട്ടേ ചൊല്ലി ഉങ്ങളെ ഞാനെ വെളിയെ അണുത്തി വിടുവേൻ. അവളോ താൻ? ഓ പിന്നെ, ഒരുത്തനെ നോക്കിയാൽ ഞാനിവിടെ കളഞ്ഞിട്ട് പോകില്ല, ചാകേണ്ടി വന്നാലും. അലക്സ് നീറുപോലെ നിന്നു. ഉങ്ങളെ എൻ കയ്യാലെ കൊന്നുപോടുത്താ? ലാഘവത്തോടെയായിരുന്നു അയാളുടെ ചോദ്യം. അപ്പോൾ പച്ചയപ്പൻ അലറി. അലക്സേ, ഇനി നിനക്ക് ഒരു വെള്ളി നാണയം പോലും തരില്ല ഞാൻ. അല്ലാതെ തന്നെ ഈ തോട്ടം സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടടാ. അലക്സ് അയാൾക്ക് നേരെ തിരിഞ്ഞു. എങ്കിൽ നീ അങ്ങ് ശ്രമിച്ചു നോക്ക്. മാർത്താണ്ടാ, നമുക്ക് സമയം കുറവാ. ഇനി നിന്റെ ഊഴം. അലക്സിൻ്റെ 2 പെൺമക്കൾ ഉണ്ടിവിടെ. അവരെ നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. പച്ചയപ്പൻ കൽപ്പിച്ചു. ഞെട്ടി വിറച്ചു പോയി അലക്സ്. മാർത്താണ്ഡൻ തറയിൽ ആഞ്ഞു ചവിട്ടി സിറ്റൗട്ടിലേക്ക് കയറി വരുന്നത് കണ്ടു. മിന്നൽ പോലെ അയാൾ പിന്തിരിഞ്ഞ് അകത്ത് കയറി വാതിലടച്ചു. വിങ്ങിപ്പൊട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു ലിസിയമ്മ. പിന്നിൽ ചകിതരായി ജോയ്സിയും മാർത്തയും. അച്ചായ, നമ്മൾ എന്ത് ചെയ്യും? ലിസിയുടെ ശബ്ദം വിറച്ചു. ഒന്നുമില്ലടി, നീ വേഗം മക്കളെ കൊണ്ട് പിന്നിലെ തോട്ടത്തിലിറങ്ങി ഒളിച്ചോ. ഞാൻ വിളിക്കാതെ വരരുത്. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. പപ്പാ, പെൺകുട്ടികൾ നിലവിളിക്കാൻ തുടങ്ങി. ശബ്ദിക്കരുത്. അയാൾ ധൃതി കൂട്ടി. നിൽക്കാൻ സമയമില്ല. രക്ഷപ്പെട്ടോ വേഗം. അയാൾ ഭാര്യയെയും മക്കളെയും പിന്നിലെ മുറിയിലേക്ക് നടത്തി. ആ ക്ഷണം മുൻവാതിൽ ചവിട്ടേറ്റു. വാതിൽ മാത്രമല്ല, വീടും കുലുങ്ങിയതുപോലെ തോന്നി അവർക്ക്. പെട്ടെന്ന് പോയിക്കോ. അലക്സ് പിൻവാതിൽ തുറന്ന് അവരെ പുറത്താക്കി. അടച്ച് ലോക്കിട്ടു. പിന്നെ സെൽഫോൺ എടുത്തു കമ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. രക്ഷിക്കുന്ന സാർ. ഒറ്റ ശ്വാസത്തിൽ അയാൾ കാര്യം പറഞ്ഞു. സോറി, റോങ് നമ്പർ. അപ്പുറത്തു നിന്ന് മറുപടി. ഒപ്പം ഫോൺ കട്ടായി. വീണ്ടും വാതിലിൽ ചവിട്ടുന്ന ശബ്ദം. അലക്സ് ഗൂഡല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ചു. അവിടെ നിന്ന് കിട്ടിയ മറുപടിയും നിരാശാജനകമായിരുന്നു. പച്ചയപ്പൻ എല്ലായിടത്തും പിടിമുറുക്കിയിരിക്കുന്നു. അലക്സിന് മനസ്സിലായി. കഥ തുടരും.